Today's topic intermolecular forces. നമ്മളൊരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ മാറ്റർ ഫോം ചെയ്തിട്ടുള്ള ആറ്റംസ് ഓർ മോളിക്യൂൾസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒന്നി അട്രാക്ഷൻ ആകാം അല്ലെങ്കിൽ റിപ്പൾഷൻ ആകാം. അപ്പൊ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഇൻ എ മാറ്റർ ഈസ് നോൺ ആസ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. നമ്മൾ ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒന്നി ആറ്റം ആകാം അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം. ഇത് തമ്മിൽ പരസ്പരം അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൾഷനോ ആകാം. ഒന്നി അട്രാക്ഷൻ ആകാം അല്ലെങ്കിൽ റിപ്പൾഷൻ ആകാം. എനിവേ, ഈ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. ഇതില് നമുക്ക് പഠിക്കാനുള്ളത് അട്രാക്റ്റീവ് ഫോഴ്സസിനെ പറ്റി മാത്രമേ ഉള്ളൂ, റിപ്പൾസീവ് ഫോഴ്സ് ഇല്ല. ഈ ഇന്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സസിനെ പറയുന്ന പേരാണ് വാണ്ടർ വോൾസ് ഫോഴ്സസ്. Intermolecular forces. Intermolecular forces means force of attraction or repulsion between the interacting particles. അപ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? അട്രാക്റ്റീവ് ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. Attractive intermolecular forces are known as van der Waals forces. അപ്പൊ അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാൻ ഡർ വാൾ ഫോഴ്സസ്. അപ്പം വാട്ട് ഈസ് വാൻ ഡർ വാൾ ഫോഴ്സസ് എന്ന് ചോദിച്ചാല്, നമ്മളൊരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ പാർട്ടിക്കിൾസ്, ഈ പാർട്ടിക്കിൾസ് ആറ്റോ അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാൻ ഡർ വാൾ ഫോഴ്സസ്. അപ്പൊ വാൻ ഡർ വാൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാല് അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് വാൻ ഡർ വാൾ ഫോഴ്സസ്. ഇത് 3 ടൈപ്സ് ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ഡിസ്പെർഷൻ ഫോഴ്സസ്, സെക്കൻഡ് ഡൈപോൾ ഫോഴ്സസ് ആൻഡ് തേർഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. അപ്പൊ 3 ടൈപ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഡിസ്പെർഷൻ ഫോഴ്സസ്. ഡിസ്പെർഷൻ ഫോഴ്സസ് എന്ന് പറഞ്ഞാല് ഒരു നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്പെർഷൻ ഫോഴ്സസ്. ദെൻ ഡൈപോൾ, ആ പേരിൽ തന്നെ ഉണ്ട്. പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൈപോൾ. Then dipole induced ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് പോളാർ ആയിരിക്കും, ഒന്ന് നോൺ പോളാറാ. പക്ഷെ ഈ പോളാർ മോളിക്യൂളിന്റെ പ്രസൻസിൽ അടുത്തത് എന്തായിട്ട് മാറുവാണ്? പോളാർ ആയിട്ട് മാറും. ഒരു നോൺ പോളാർ മോളിക്യൂൾ പോളാർ മോളിക്യൂൾസിന്റെ പ്രസൻസിൽ പോളാർ ആയിട്ട് മാറും. എന്നിട്ട് അത് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, അതാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ഇനി ഇത് ഓരോന്നിനെ പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡിസ്പെർഷൻ ഫോഴ്സസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഡിസ്പെർഷൻ ഫോഴ്സസ് വരുന്നത് നോൺ പോളാർ മോളിക്യൂൾസിലായിരിക്കും. നോൺ പോളാർ എന്ന് പറയുമ്പോൾ അവിടെ പൊളാരിറ്റി ഇല്ല. ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ആറ്റമാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, എയും ബിയും. ഈ എ എന്ന് പറയുന്ന ആറ്റത്തിനകത്തും ബി എന്ന് പറയുന്ന ആറ്റത്തിനകത്തും ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരേപോലാണ് ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി വരുന്നത്. ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവുമല്ല, ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ പൊളാരിറ്റി ഇല്ലാത്തത്. ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഒരു ഭാഗത്ത് കൂടുന്നതും ഒരു ഭാഗത്ത് കുറയുന്നതും ഇല്ല. എല്ലാ പോർഷനിലും ഒരുപോലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമെട്രിക്കൽ. അപ്പൊ ഇവിടെ ആറ്റം എ, ആറ്റം ബി, ഇത് രണ്ടും സിമെട്രിക്കലാണ്. അതുകൊണ്ട് ഇവിടെ പൊളാരിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ആറ്റം എയുടെ കേസിൽ ഒരു ടെമ്പററി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പെട്ടെന്നൊരു പൊളാരിറ്റി ഫോം ചെയ്യും.
നമ്മൾ ഇവിടെ പറഞ്ഞത് ഈക്വൽ ആയിട്ടാണ് ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ആറ്റം എന്റെ ഒരു ഭാഗത്തോട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് ചാർജിന്റെ ക്ലൗഡ്, ഇലക്ട്രോണിന്റെ ക്ലൗഡ് ഒരു ഭാഗത്തങ്ങ് കൂടി. അപ്പൊ ഒരു ഭാഗത്ത് കുറവാണല്ലോ വരുന്നത്. ഇങ്ങനെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോർഷനില് പെട്ടെന്ന് ആറ്റം എയില് ഒരു പൊളാരിറ്റി ഫോം ചെയ്തു. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഒരു ഭാഗത്തോട്ട് ഇലക്ട്രോൺസ് എല്ലാം കൂടെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ ഈ ഭാഗത്ത് ചാർജിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി, ഈ ഭാഗത്ത് കുറയുകയും ചെയ്തു. അപ്പൊ ചാർജ് കുറയുന്ന ഭാഗത്താണ് ഏത് ചാർജ് ഡെവലപ്പ് ചെയ്യും? പോസിറ്റീവ് ചാർജ്. ചാർജ് കൂടുന്നിടത്ത്, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നിടത്ത് എന്തുമായിരിക്കും? നെഗറ്റീവ് ചാർജ്. അപ്പം എ എന്ന് പറയുന്ന ആറ്റത്തിനകത്ത് ഒരു ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ മൊമെന്റ് ഫോം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി, ഒരു ഭാഗത്ത് കുറഞ്ഞു. കുറഞ്ഞതിന് പോസിറ്റീവ് ചാർജും കൂടുന്നതിന് നെഗറ്റീവ് ചാർജും ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിന്റെ പ്രസൻസ് മൂലം തൊട്ടടുത്ത ആറ്റത്തിനകത്തും ഒരു പൊളാരിറ്റി ഫോം ചെയ്യും. പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ ചാർജ് ഡെൻസിറ്റി കൂടുതലാണ്, അതായത് ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം ആറ്റം ബിയിലെ ഇലക്ട്രോൺസിനെ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? റിപ്പൽ ചെയ്യും. അപ്പൊ ഈ റിപ്പൽഷൻ കാരണം, റിപ്പൽഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബി എന്ന് പറയുന്ന ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഇപ്പുറത്തോട്ട് അങ്ങ് മാറും. അകന്ന് നിൽക്കുന്നുണ്ടെ റിപ്പൽഷൻ കുറയും. അപ്പൊ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ഈ പാർട്ടിലോട്ട് വന്ന് ഇവിടെ അങ്ങ് കൂടി നിൽക്കും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുകയും ചെയ്തു, ഈ ഭാഗത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഒരു പൊളാരിറ്റി ഫോം ചെയ്തല്ലോ. ഇവിടെ പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. അപ്പോൾ ഈ നെഗറ്റീവ് പാർട്ടും ഈ പോസിറ്റീവ് പാർട്ടും തമ്മിൽ ഇവിടെ എന്ത് വരും? ഒരു അട്രാക്ഷൻ വരും. അപ്പം ബി എന്ന് പറയുന്ന ആറ്റത്തിനകത്ത് പൊളാരിറ്റി ഫോം ചെയ്തത് എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ പൊളാരിറ്റിയുടെ പ്രസൻസിലാണ്. അതുകൊണ്ട് ഇവിടെ ഫോം ചെയ്ത പൊളാരിറ്റിയെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയാൻ പറ്റും. എക്കകത്തെ ടെമ്പററി ഡൈപോൾ മൊമെന്റ് ഫോം ചെയ്തു. അത് പെട്ടെന്നുണ്ടായതുകൊണ്ട് നമുക്ക് അതിനെ ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ എന്ന് പറയും. ഇതിന്റെ പ്രസൻസ് മൂലം ബിക്കകത്ത് ഉണ്ടായതിനെ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയാം. അപ്പൊ ഈ ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ മൊമെന്റും ഈ ഇൻഡ്യൂസ്ഡ് ഡൈപോളും തമ്മിൽ ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്പേർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. അപ്പം എന്തായിരുന്നു ഡിസ്പേർഷൻ ഫോഴ്സ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ടെമ്പററി ഡൈപോൾസ് ഈസ് നോൺ ആസ് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ്. ഇത് ലണ്ടൻ ഫോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം, ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആയിരുന്നു ഒരു ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഏത് പേരിലും അറിയപ്പെടുന്നത്? ലണ്ടൻ ഫോഴ്സസ്. എന്തായിരുന്നു ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ? ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ടെമ്പററി ഡൈപോൾസ് ഈസ് നോൺ ആസ് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ്. ഇനി ഇതിനെ എന്തുകൊണ്ടാണ് ലണ്ടൻ ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്? ഈ ഫോഴ്സിനെ പറ്റി ആദ്യമായിട്ട് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആയിരുന്നു ഒരു ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഏത് പേരിലും അറിയപ്പെടുന്നത്? ലണ്ടൻ ഫോഴ്സസ്. അപ്പൊ വാട്ട് ഈസ് ലണ്ടൻ ഫോഴ്സസ് ഓർ dispersion forces, the attraction between temporary dipoles is known as London forces or dispersion forces. ഇത് ഫോം ചെയ്യുന്നത് ഓർത്തോണം, നോൺ പോളാർ മോളിക്യൂൾസിലാണ് വരുന്നത്. ഒരു ടെമ്പററി ഡൈപോൾ ഫോം ചെയ്യുകയും എന്നിട്ട് അത് തമ്മിൽ ഒരു അട്രാക്ഷൻ ഫോം ചെയ്യുകയും ചെയ്യും. ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ്. ഇനി ഈ ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സസ് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് എങ്കിലേ ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരും. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ഇഫക്റ്റ് കുറഞ്ഞു വരും. അതേപോലെ തന്നെ പോളറൈസിബിലിറ്റി. പോളറൈസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോളാർ ആയിട്ട് മാറാൻ കഴിവുള്ള മോളിക്യൂൾസിലായിരിക്കും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് എയും ബിയും എന്ന് പറഞ്ഞു.
ഈ എയുടെ പ്രസൻസ് മൂലം ബിയില് നമ്മളൊരു ഡൈപോൾ ഇൻഡ്യൂസ് ചെയ്യുക. ഈ ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് പെട്ടെന്ന് എന്തായിട്ട് മാറാൻ കഴിവുള്ളതായിരിക്കണം? പോളാർ മോളിക്യൂൾസ് ആയിട്ട് മാറാൻ കഴിവുള്ളതാണെങ്കിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരൂ. അപ്പൊ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് പോളറൈസിബിലിറ്റിയും പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് വൺ, ഡൈപോൾ ഫോഴ്സസ്. ഇത് നമ്മൾ പറഞ്ഞു, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൈപോൾ ഇന്ററാക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞാല് HCl എടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ക്ലോറിനും ഹൈഡ്രജനും കൂടെ കമ്പയർ ചെയ്താൽ ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. 17th ഗ്രൂപ്പ് എലമെന്റ്സ്, 17th ഗ്രൂപ്പ് ആണ് ഹാലജൻസ്. ഹാലജൻസ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ 17th ഗ്രൂപ്പ് എലമെന്റ്സിന് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. ഈ ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺ വേണം. ഈ 2 ഇലക്ട്രോണും ആരുടെ അടുത്തോട്ടായിരിക്കും നീങ്ങി നിൽക്കുന്നത്? ക്ലോറിനടുത്തോട്ട് നീങ്ങി നിൽക്കും. ഹൈഡ്രജനിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അപ്പൊ ഹൈഡ്രജന് ചുറ്റിനും ചാർജ് ഡെൻസിറ്റി കുറവാ, പക്ഷെ ക്ലോറിന് ചുറ്റിനും ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. ഇപ്പൊ നമ്മൾ HCl എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ചുറ്റിനും ചാർജ് ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് അതിന് ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ്. ഒരു പാർഷ്യൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നില്ല, പക്ഷെ അതിൽ നിന്ന് കുറച്ച് നീങ്ങി നിൽക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ പ്ലസ്, അതായത് പാർഷ്യൽ പോസിറ്റീവ്. പക്ഷെ ആരുടെ അടുത്തായിരിക്കും ഡെൻസിറ്റി കൂടുതലും? ക്ലോറിൻ. അതുകൊണ്ട് അവിടെ ഏത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് നമ്മളിപ്പോ ഹൈഡ്രജൻ ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് ധാരാളം HCl മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ കേസ് എടുത്താൽ ഹൈഡ്രജന്റെ ചുറ്റിനും ചാർജ് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് ചാർജും ക്ലോറിന് ചുറ്റിനും കൂടുതലായതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് ചാർജും. അപ്പൊ ഈ ഒരു HCl മോളിക്യൂൾ തൊട്ടടുത്ത മോളിക്യൂളിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കാരണം അടുത്ത മോളിക്യൂൾ എടുത്താൽ ഹൈഡ്രജന് പോസിറ്റീവും ക്ലോറിന് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന് ചുറ്റിനും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും, ക്ലോറിന് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുമാണ്. അപ്പൊ ഈ നെഗറ്റീവ് പാർട്ട് തൊട്ടടുത്ത മോളിക്യൂളിലെ പോസിറ്റീവ് പാർട്ടും തമ്മിൽ അവിടെ എന്ത് വരും? അട്രാക്ഷൻ വരും. ഈ അട്രാക്ഷനെ വിളിക്കുന്നതാണ് ഡൈപോൾ ഇന്ററാക്ഷൻ. അതായത് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൈപോൾ ഇന്ററാക്ഷൻ. നമ്മൾ ലണ്ടൻ ഫോഴ്സസും ഡൈപോൾ ഇന്ററാക്ഷനും കൂടെ കമ്പയർ ചെയ്താൽ പവർ, സ്ട്രെങ്ത് കൂടുതൽ ഏതിനായിരിക്കും? ഡൈപോൾ ഇന്ററാക്ഷൻ. കാരണം ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് പെർമനന്റ് ആണ്. പെർമനന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനാണ്. പക്ഷെ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ടെമ്പററിയാ. ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ഒരു മോളിക്യൂളിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചാർജ് ഡെൻസിറ്റി ഫോം ചെയ്യും. അതിന്റെ പ്രസൻസിൽ തൊട്ടടുത്തതിനെ അത് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സസ് ആണ്. പക്ഷെ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഫോഴ്സ് ആയിരിക്കും. തേർഡ് വൺ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ആ പേരിൽ തന്നെ വരുന്നുണ്ട്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ഒരു മോളിക്യൂളിന് എന്തുണ്ട്? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് AB എന്ന് പറയുന്ന മോളിക്യൂൾ. ഇവിടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഇതൊരു പോളാർ മോളിക്യൂളാണ്. പക്ഷെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോൺ പോളാറാണ്. പക്ഷെ ഈ AB എന്ന് പറയുന്ന പോളാർ മോളിക്യൂളിന്റെ പ്രസൻസിൽ ഈ സെക്കൻഡ് മോളിക്യൂൾ എന്തായിട്ട് മാറും? സെക്കൻഡ് മോളിക്യൂളിൽ ഒരു ചാർജ് സെപ്പറേഷൻ നടക്കും. അതായത് അതൊരു പോളാർ മോളിക്യൂൾ ആയിട്ട് മാറും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് മാഗ്നറ്റ്, അതിനൊരു പെർമനന്റ് മാഗ്നറ്റിസം ഉണ്ട്. ഒരു അയണ്ണയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് മാഗ്നറ്റിസം ഇല്ല. പക്ഷെ ഈ മാഗ്നറ്റിന്റെ പ്രസൻസില് ഈ അയണ്ണയിലോട്ട് എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യും. ആ അയണ്ണയില് ഈ മാഗ്നറ്റിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? ഒരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് മാറും. ആ രീതിയിൽ ഇവിടെ ഒന്ന് കമ്പയർ ചെയ്യാം നമുക്ക്.
അപ്പൊ AB എന്ന് പറയുന്ന മോളിക്യൂളിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതിന്റെ പ്രസൻസിൽ ഈ സെക്കൻഡ് മോളിക്യൂളിനകത്ത് എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഒരു ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ AB എന്ന് പറയുന്ന മോളിക്യൂളിനകത്ത് ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട്. കാരണം B എന്ന് പറയുന്നത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ A ആണ്. അപ്പൊ ചാർജ് ഡെൻസിറ്റി കൂടുതൽ എവിടെ ആയിരിക്കും വരുന്നത്? ബിയിൽ ചാർജ് ഡെൻസിറ്റി കൂടുതലും എയിൽ ചാർജ് ഡെൻസിറ്റി കുറവുമായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രസൻസ് മൂലം ഈ സെക്കൻഡ് മോളിക്യൂളിനകത്ത് എന്ത് ഇൻഡ്യൂസ് ചെയ്യുവാണ്? ഒരു ചാർജ് സെപ്പറേഷൻ. കാരണം ഇവിടുത്തെ ഇലക്ട്രോൺസും ഇവിടുത്തെ ഈ ആറ്റത്തിന് ചുറ്റിനുള്ള ഇലക്ട്രോൺസും തമ്മിൽ എന്ത് വരും? ഒരു റിപ്പൽഷൻ. അപ്പൊ ഈ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവിടുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മാറും. അപ്പൊ ഇവിടെ ചാർജ് ഡെൻസിറ്റി കുറഞ്ഞു, ഇവിടെ ചാർജ് ഡെൻസിറ്റി കൂടി. അപ്പൊ ഇവിടെ ചാർജ് ഡെൻസിറ്റി കുറയുന്നിടത്ത് പോസിറ്റീവും കൂടുതലുള്ളിടത്ത് നെഗറ്റീവും. അപ്പൊ ഇവിടെ എന്ത് വരും? ഈ നെഗറ്റീവ് പാർട്ടും ഈ പോസിറ്റീവ് പാർട്ടും തമ്മിൽ ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും? അട്രാക്ട് ചെയ്യുമല്ലോ. അപ്പൊ ഈ AB എന്ന് പറയുന്ന മോളിക്യൂളിന്റെ പ്രസൻസ് മൂലമാണ് ഈ ന്യൂട്രൽ ആയിട്ടുള്ള നോൺ പോളാർ മോളിക്യൂളിനകത്ത് എന്ത് ഇൻഡ്യൂസ് ചെയ്തത്? ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് അത് തമ്മിൽ ഒരു അട്രാക്ഷൻ വന്നു. ഇങ്ങനെയുള്ള അട്രാക്ഷനെ പറയുന്ന പേരാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. അപ്പൊ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷൻ. പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂളിന്റെ പ്രസൻസ് മൂലം ന്യൂട്രൽ ആയിട്ടുള്ളതിനകത്തോട്ട് ഒരു ചാർജ് സെപ്പറേഷൻ നടക്കും. അതായത് ഒരു ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യുകയും അത് തമ്മിൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ വാൻ ഡെർ വാൾ ഫോഴ്സസ്. വാൻ ഡെർ വാൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? വാൻ ഡെർ വാൾ ഫോഴ്സസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലണ്ടൻ ഫോഴ്സസ്, dipole interaction and dipole induced dipole. Dispersion forces or London forces എന്ന് പറഞ്ഞാൽ നോൺ പോളാർ മോളിക്യൂൾസിനകത്ത് ഒരു ടെമ്പററി ഡൈപോൾ ഫോം ചെയ്യുകയും എന്നിട്ട് അത് തമ്മിലുള്ള അട്രാക്ഷൻ. ഡൈപോൾ എന്ന് പറഞ്ഞാല് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. ഇനി ഡൈപോൾ ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡൈപോൾ ഉള്ള ഒരു പോളാർ മോളിക്യൂളും നോൺ പോളാറും തമ്മിലുള്ള അട്രാക്ഷൻ. ഇതിൽ സ്ട്രോങ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പോളാർ ഡൈപോൾ ഇന്ററാക്ഷൻ.